ഹലോ കൂട്ടുകാരെ, നമ്മുടെ ചെട്ടുകുളങ്ങര അമ്പലത്തിലെ കഞ്ഞി വഴിപാടാണ് ഇന്ന്. അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മുടെ ചെട്ടുകുളങ്ങര അമ്പലത്തിലെ കുതിരമൂട്ടിൽ കഞ്ഞി വഴിപാടെന്ന് പറയുന്നത് ഒരു വലിയ വഴിപാടാണ്. അപ്പോൾ ഈ കഞ്ഞി വഴിപാട് ആരംഭിക്കുന്നത് ശിവരാത്രി മുതലാണ്. ശിവരാത്രി മുതൽ 7 ദിവസം വരെയാണ് കഞ്ഞി വഴിപാട് ഉള്ളത്. അത് ഓരോരോ വീടുകളിലായിട്ടാണ്, നമുക്ക് ഓരോരോ കരകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കരകളിലെയും കുതിരമൂട്ടിലും നടത്തും, വീടുകളിലും നടത്തും. അങ്ങനെ 7ാമത്തെ ദിവസം കഴിഞ്ഞാണ് കുംഭഭരണി. ഈ കുതിര ഉണ്ടാക്കുന്ന ആൾക്കാരും നമ്മുടെ നാട്ടുകാരെല്ലാം നമുക്കങ്ങനെ പ്രത്യേകം ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എവിടെയൊക്കെയാണോ കഞ്ഞിയുള്ളത്, ഇത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഉണ്ട്. അപ്പം അവിടെ എല്ലാം പോയി നമുക്ക് കഞ്ഞി കുടിക്കാം. ചെട്ടികുളങ്ങരയമ്മയുടെ ഇഷ്ട വഴിപാടാണ് കേട്ടോ ഇത്. കഞ്ഞിയുടെ കൂടെ അസ്ത്രം, മുതിര, കടുമാങ്ങ, പപ്പടം, ഉണ്ണിയപ്പം, പഴം, അവൽ നനച്ചത് എന്നിവയൊക്കെയാണ് ഉള്ളത്. ഓരോ വീടുകളിലും കഞ്ഞിയുടെ ഈ ഒരു ഒരുക്കങ്ങളൊക്കെ 2 ദിവസം മുമ്പേ തുടങ്ങും കേട്ടോ. ഇതൊരു വലിയൊരു വഴിപാടല്ലേ. ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മുടെ വീടിനടുത്ത് തന്നെ ഉണ്ട്. എൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഒരു വീട്ടിലാണ് ഫസ്റ്റ് കഞ്ഞി നമ്മുടെ കരയിൽ. അപ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ്, ആദ്യത്തെ കഞ്ഞിയല്ലേ. നമ്മൾ ഒരു വർഷം നോക്കിയിരുന്ന് കഞ്ഞി കുടിക്കുന്നത് അതൊക്കെ ഒരു വലിയ ഒരു ഭാഗ്യം തന്നെയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ആദ്യത്തെ കഞ്ഞി കുടിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് എന്തോ ആ ഒരു വർഷത്തെ ഒരു മനസ്സ് നിറഞ്ഞു, വയറ് നിറഞ്ഞു എന്നത് പറയുന്നതിനേക്കാൾ ഉപരി മനസ്സ് നിറഞ്ഞു എന്ന് വേണം പറയാൻ. അപ്പോൾ ഇന്ന് മുതൽ 7 ദിവസത്തേക്ക് പിന്നെ ഇനി വേറെ ഒന്നും വേണ്ട. ഈ ഒരു കഞ്ഞിയും മുതിരയും അസ്ത്രവും ഇത് മതി നമുക്ക്.